ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം എൻ്റെ വീഡിയോ ഞാൻ പിന്നെ എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ കുറേ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഇയറുള്ള വീഡിയോസ് വരെ ഉണ്ട്. അതിന് ജോലി കിട്ടി കഴിഞ്ഞ ജാനുവരിയിൽ, അപ്പം തൊട്ടുള്ള വീഡിയോസ് ഉണ്ട്. സോ എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, ഞങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യണമെന്നുള്ളത്. സോ പ്ലീസ് ജോയിൻ അസ്. അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. ഞങ്ങൾ പോകുന്നത് ലണ്ടനിലേക്കാണ്. കഴിഞ്ഞ വർഷം ഞാൻ ലൈറ്റ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്പോൾ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഞങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം 1 ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ലണ്ടനിലെത്തിയത് കാണാം കേട്ടോ. ഞങ്ങൾ പോവുകയാണ്, ലണ്ടനിലേക്കാണ് പോണത്. ലാസ്റ്റ് ഇയറും പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ലെറ്റ് മീ സീ. സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണും, ഇല്ലെങ്കിൽ കാണത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. ഇപ്പോൾ ഞങ്ങൾ വാട്ടർലൂക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, വോക്കിങ്ങിൽ നിന്ന്. അവിടുന്ന് ഞങ്ങൾക്ക് ട്യൂബ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. സോ ഞങ്ങൾ 3 ഫാമിലീസ് ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യണത്. സൂസൻ ആൻഡ് ഫാമിലി, ജിസ്ന ആൻഡ് ഫാമിലി. ഇറങ്ങിയിട്ട് ഞാൻ അവരെ ഓരോരുത്തരായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇത് ജിസ്നയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ നോക്കാം. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് ഫൈവ് ഗൈസിലാണ്. ഞങ്ങൾ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഇങ്ങ് വരാൻ പാടത്തില്ല, രാത്രിയായിട്ട് വരാം. ഞങ്ങൾ ഒരു 2 മണിയുടെ ട്രെയിനാണ് എടുത്തത്, അല്ലടി 2 മണിയുടെ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എത്തും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഫൈവ് ഗൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ. നമുക്ക് ബർഗേഴ്സും എല്ലാം കിട്ടും, ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം കിട്ടും. അത് വെച്ചിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് 1 മണിക്കൂറായി ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്യണം, അല്ലടി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങി നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്, സൂസൻ എന്നാണ് പേര്. സൂസനെ കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നടക്കാൻ തുടങ്ങി 12 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലുണ്ട്. എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഫൈവ് ഗൈസിലാണ്. ഇതാണ് സൂസൻ കേട്ടോ. സൂസനെ നേരത്തെ കണ്ടില്ലേ? അപ്പോൾ ഇത് ഇവിടെ നോക്കണേ. അതെ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇതേ നടക്കാൻ പോവാണ്. നമുക്ക് പോവാം. ഇന്ന് ഞങ്ങൾ നേരെ ക്ലാരിറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. അതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് ലൈറ്റിങ്സ് വെച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് കേട്ടോ. സോ ലെറ്റ്സ് സീ വാട്ട്സ് ദേ. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ സ്റ്റെപ്പ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി സെറ്റായി കോട്ടൊക്കെ ഇട്ട് ഇറങ്ങി നടക്കണം. മഴയാണോ എന്നറിയില്ല, ഞങ്ങൾ വരുമ്പോൾ കുറച്ച് ഡ്രസ്സിലി ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ വരാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യമേ ഞങ്ങൾ പഠിച്ചത്. ഇവിടെ 4 മണിയാകുമ്പോഴാണ് സൺസെറ്റ്. ഇപ്പോൾ 4 മണിയാകുമ്പോഴേക്കും ഞങ്ങളിവിടെ എത്തി. ഇങ്ങനെ ഒരു ഡ്രിങ്ക്സ് വാങ്ങാം, അത് നമുക്ക് റീഫില്ല് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞങ്ങളുടെ അടുത്ത് 3 ബോട്ടിലുണ്ട്, അപ്പോൾ ഞങ്ങളെല്ലാം റീഫില്ല് ചെയ്തെടുക്കാൻ പോവാണ്. ഇതേ ഇവിടെ ടെന്നിച്ചേട്ടനുണ്ട്. ടെന്നിച്ചേട്ടാ ഇത് ഉമേഷ്, സന്ദീപ്, ഇത് ജസ്റ്റി, എല്ലാവരും ഉണ്ട്. 1 മണിക്കൂറായി ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം, കാണാം. അപ്പം അങ്ങനെ ഞങ്ങൾ നടന്ന് 12 മിനിറ്റ് നടക്കാന്ന് പറഞ്ഞ് നടന്ന് തുടങ്ങിയതാണ്. ഞങ്ങളിങ്ങനെ വഴിക്ക് ഓരോ കടയുടെ മുമ്പിലും കുറേ നല്ല ഭംഗിയുള്ള എന്താ പറയുക ലൈറ്റിങ്സും കുറേ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കൗശിക്കിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ട്രീറ്റിൽ ഫുള്ള് എന്താ പറയുക പെർഫ്യൂം ഷോപ്സിൻ്റെ ഒരു ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അങ്ങോട്ടേക്കാണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാ ടൈപ്പ് പെർഫ്യൂം ഷോപ്സ് ഉണ്ടായിരുന്നു, എല്ലാ ബ്രാൻഡഡ് പെർഫ്യൂം ഷോപ്സ് ഉള്ള ഒരു സ്ട്രീറ്റായിരുന്നു അത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നു. ഒരു ഷാൻഡിലിയർ പോലെ കാണുന്ന ഒരു ഇത് ഭയങ്കര വലുതായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിക്കുന്നേക്കാളും വലിയ ഒരു സൈസായിരുന്നു അത്. ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. ആ ഒരു സ്ട്രീറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും എത്ര ആൾക്കാരാണ് അവിടെ നടന്നുകൊണ്ടിരിക്കണേന്നുള്ളത്. സോ ഭയങ്കര നല്ല വലിയൊരു സ്ട്രീറ്റായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടല്ല പോയത്, ഞങ്ങൾ വന്നത് ഈ ഒരു ഹോട്ടൽ കാണാനായിട്ടായിരുന്നു. ആക്ച്വലി ഇതിൽ കുറച്ചും കൂടി ലൈറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോസൊക്കെ കണ്ടപ്പോൾ. പക്ഷേ എന്താ പറ്റിയെന്നറിയില്ല. ഞങ്ങൾ പോയത് ഡിസംബർ 23-നാണ്. അപ്പോഴേക്കും എല്ലാവിധ ലൈറ്റിങ്സും
അവർ ഓഫ് ചെയ്ത് വെച്ചതാണോ അതോ തീർന്നു പോയതാണോ ലൈറ്റിങ്സ് എന്നറിയില്ല. അതേപോലെ കുറേ സ്ഥലത്ത് ഭയങ്കര ഡാർക്കുമായിരുന്നു. പിന്നെ ഇങ്ങനത്തെ വെഹിക്കിൾസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പൈസ ഒന്നും ചോദിച്ചില്ല, കാരണം നല്ല രീതിയിലുള്ള കാശ് അവർ എടുക്കുന്നതാണ് അറിയാൻ പറ്റിയത്. സോ അവിടെ നിന്ന് നടന്നിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഈ കാണുന്നത് ഒരു വൈൻ ഷോപ്പിൻ്റെ മുകളിലത്തെ ഒരു ഡെക്കറേഷനാണ് കേട്ടോ. ലണ്ടനിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഷോപ്പിൻ്റെ മുകളിലെ ഡെക്കറേഷൻ കാണാൻ തന്നെ നമുക്ക് ലണ്ടനിൽ പോയാൽ ഭയങ്കര വേർത്താണ് കേട്ടോ. സോ അവിടെ പോയി വൈൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരെയൊക്കെയാണ് കാണുന്നത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കേട്ടോ. കൗശിക്ക് അത് ടയേർഡായിരുന്നു, പക്ഷേ ഇതൊക്കെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്ന് ദൂരെ കാണുന്ന ഒരു ബിൽഡിങ്ങിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങിലേക്കാണ് ഞങ്ങൾ വന്നത്. സോ അത് ബർക്ക്ലി സ്ക്വയർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ആക്ച്വലി ഇതിനേക്കാളും ലൈറ്റിംഗ് ഉണ്ടായിരുന്നു, സൈഡിലൊക്കെ ലൈറ്റിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം അവരത് ഓഫ് ചെയ്തു. അപ്പോൾ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ നവംബർ എൻഡിങ്ങിലാണ് എപ്പോഴും ലൈറ്റിംഗ് കാണണമെങ്കിൽ പോയി കഴിഞ്ഞാൽ കാണാനുള്ള ബെസ്റ്റ് സമയം എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ ഇങ്ങനത്തെ ഒരു ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക്. ഇതിങ്ങനെ ആ ഒരു സ്ട്രീറ്റ് ഫുള്ള് ഇങ്ങനത്തെ ഒരു ഡെക്കറേഷൻ ഉണ്ടായിരുന്നു ലൈറ്റിങ്ങിൻ്റെ കേട്ടോ. അങ്ങനെ ആ ലൈറ്റിങ് കണ്ട് ഞങ്ങൾ ആ മിഡിലിൽ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തു. അങ്ങനെ നടന്ന് പിന്നെ ഞങ്ങൾ റീജൻ സ്ട്രീറ്റിലെത്തി. ഐ എം സോറി, ഇത് ഞാൻ ഫോട്ടോ എടുത്തത് ലാൻഡ്സ്കേപ്പിലായിപ്പോയി. ശരിക്കും അത് ലാൻഡ്സ്കേപ്പിലാണ് എടുക്കേണ്ടിയിരുന്നത്, പക്ഷേ ഞാൻ എടുത്തപ്പോൾ അത് പോർട്രേറ്റ് ആയിപ്പോയി. സോറി. കാരണം ഭയങ്കര തിരക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഓടിച്ചാടി എടുത്താണ്, റോഡിൻ്റെ നടുക്ക് നിന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. സോ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നതിൻ്റെ ഇടയിലെടുത്ത വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ കാർനബി സ്ട്രീറ്റിലേക്ക് എത്തി. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറേ സന്ദീപും എല്ലാവരും ഉണ്ടായിരുന്നു, ജീവനും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ബൈ ദ ടൈം ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും എല്ലാ പിള്ളേരും ടയേർഡായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ലൈറ്റും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഇയർ ഈ കാർനബി സ്ട്രീറ്റിലെ അടിപൊളിയായിരുന്നു, കുറച്ചും കൂടി ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു ലൈറ്റ്സൊക്കെ. പക്ഷേ ഈ ഇയർ ഞങ്ങൾക്ക് അത്ര ഒരു വാവ് ഫീലിംഗ് തോന്നിയില്ല ഈ പ്രാവശ്യത്തെ ഈ കാർനബി സ്ട്രീറ്റിലെ ഇത്. പിന്നെ ഞങ്ങൾ നടന്ന് റീജൻ സ്ട്രീറ്റിൽ പോയി. അവിടുന്ന് ഞങ്ങൾ നടന്ന് സ്റ്റേഷനിലേക്ക് പോണ വഴിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ നടുക്കൊക്കെ നിന്ന് സ്ട്രീറ്റിൻ്റെ നടുക്കൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ ഒരു ഓടിച്ചാടിപ്പോയി ലണ്ടൻ കണ്ട് വന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വ്ലോഗ്. See you soon again. Bye.